ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു PCOD റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് ഇട്ടായിരുന്നു. ഞാൻ PCOD കാണിക്കാൻ വേണ്ടി പോണതും ഒക്കെ, ഹോസ്പിറ്റലിലൊക്കെ പോകണമൊക്കെ. അപ്പോൾ കുറച്ചു എനിക്ക് മെസ്സേജ് ചോദിച്ചായിരുന്നു, ഞാൻ എവിടെയാണ് PCOD കാണിക്കണേ, എനിക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടായിരുന്നത്, ഞാൻ എങ്ങനെയാണ് PCOD റെക്കഗ്നൈസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഇപ്പം ഫസ്റ്റ് തന്നെ കേട്ടോ, എൻ്റെ പെൽവിക് സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ടാട്ടോ. ഞാൻ PCOD എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഫസ്റ്റ് പറയാം. ഞാൻ ഏകദേശം ഒരു 59, 60, 60 ഏതെങ്കിലും ഒരു 62, അത് കൂടുതൽ ഞാൻ ഇതുവരെ ലൈഫിൽ പോയിട്ടില്ല വെയിറ്റ്. പക്ഷെ ഇപ്പൊ ഞാൻ 68 കിലോ ഉണ്ട്. കുറേയൊക്കെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണെങ്കിൽ പോലും ഇത്ര എന്തായാലും വെയിറ്റ് കൂടുതൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇറഗുലർ പീരീഡ്സ് ആണ്. പീരീഡ്സ് എന്താ പറയാ, കറക്റ്റ് ആവാതിരിക്കുക. പക്ഷെ എനിക്ക് ആദ്യം തൊട്ടേ പീരീഡ്സ് ഇറഗുലർ തന്നെയാണ്, കറക്റ്റ് അല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിത് ഡൗട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ പീരീഡ്സ് ലേറ്റ് ആവാൻ വേണ്ടി തുടങ്ങി. ലേറ്റ് ആവാന്ന് വെച്ചാൽ 2-3 മാസം വരെയൊക്കെ ലേറ്റ് ആവാൻ വേണ്ടി തുടങ്ങി. പീരീഡ്സ് ആകുമ്പോൾ നോർമലി ഒരു പെയിൻ ഉണ്ടാവുമല്ലോ, ആ പെയിൻ അല്ലാതെ സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഈ വെയിറ്റ് കൂടുതലും പീരീഡ്സ് ഇതും കൂടി ആയപ്പം കുറച്ച് എനിക്ക് തോന്നി ഒന്നെങ്കിൽ തൈറോയ്ഡ് അല്ലെ എന്താ പറയാ PCOD ആയിരിക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് എൻ്റെ മൂഡ് സ്വിങ്സ് ഉണ്ട്. മൂഡ് സ്വിങ്സ് പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലായി തരേണ്ടതല്ല. നമ്മുടെ ലൈഫിൽ ഒരു കുഴപ്പമുണ്ടാവില്ല, ഒക്കെ നോർമലായിട്ട് പോവായിരിക്കും. എന്നാലും നമുക്ക് പറ്റത്തില്ല, സന്തോഷമായിരിക്കാൻ പറ്റത്തില്ല. വല്ല അസുഖം ഉണ്ടെങ്കിൽ എങ്ങനെ ചികിത്സിച്ച് മാറ്റാതിരിക്കുക. ഈ ഉള്ളിലുള്ളത് എങ്ങനെയാണ് മറ്റൊരു കാണിച്ചു കൊടുക്കുക, എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഉണ്ട് എൻ്റെ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന കാര്യം. പിന്നെ എന്ന് പറയേണ്ടത് എൻ്റെ മുഖം, ഞാൻ എത്ര ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും എൻ്റെ മുഖത്ത് എന്താ അത്ര ക്ഷീണം, എനിക്കിത് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കും. മുഖം ഭയങ്കര പഫ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പം കുറഞ്ഞാണ്. പക്ഷെ എന്നാലും എൻ്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം പിടിച്ച പോലെ ആയിരുന്നു. എത്ര ഉറങ്ങി കഴിഞ്ഞാലും ക്ഷീണം മാറത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഈ ഫേഷ്യൽ ഹെയർ വരിക, പിന്നെ എന്താ പറയാ മുഖക്കുരു, ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് പീരീഡ്സും വെയിറ്റ് കൂടുക, പിന്നെ ഈ മൂഡ് സ്വിങ്സ്, പിന്നെ മുഖത്തുള്ള പഫിനെസ്, ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടൊക്കെയുള്ളത്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് എന്തായാലും ഡോക്ടറെ കാണിക്കാം, എന്താണെങ്കിലും അറിയാലോ എന്നുള്ളത്. പിന്നെ എന്നുള്ളത് വെച്ചാല് ഞാൻ അപ്പം തന്നെ കുറച്ച് വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കേട്ടോ. അപ്പം ഞാനൊരു ഷുഗർ കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞാനൊരു 3 കിലോത്തോളം കുറഞ്ഞു. പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഫസ്റ്റ് നമ്മളോട് എന്താ പറയുക, ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റിൽ തൈറോയിഡും ഹോർമോണേനും 2 ടെസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നുള്ളത് സ്കാനിങ് ആണ്. സത്യം പറഞ്ഞാൽ സ്കാൻ ചെയ്യാൻ എനിക്ക് നല്ല പേടിയാണ്. കാരണം പെൽവിക് സ്കാൻ ആണ് എനിക്ക് നല്ല പേടിയാണ്. പുറത്തു കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര വിസിബിൾ ആവത്തില്ല. അപ്പോൾ ഉള്ളിൽ കൂടെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ വേറെ വഴിയില്ല, ചെയ്തെന്തായാലും നമുക്ക് എന്താണെങ്കിലും അറിഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പെൽവിക് സ്കാൻ ചെയ്തു. ഇതിപ്പം PCOD ആണെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു ഈ 3 കിലോ എന്ന് പറഞ്ഞാൽ പോരാ, 7 കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു 6 മാസത്തേക്കുള്ള മരുന്ന് വാങ്ങി തന്നിട്ട് കഴിക്കാൻ. പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഞാനിവിടെ ഓമശ്ശേരി ശാന്തിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ടാബ്ലറ്റ് ഒന്നും ഞാൻ എടുത്തില്ല. അതൊന്നുമല്ല, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോമിയോന്, അവർക്കൊക്കെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഹോമിയോയിൽ പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ തുടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇനി എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ 2 ആഴ്ചയായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഈ ഒരു വർഷമായിട്ട് ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇതായിരുന്നു. കാരണം കറക്റ്റ് ഫുഡ് കഴിക്കാതിരിക്കുക, പിന്നെ ഈ മൂഡ് സ്വിങ്സ് വന്നാൽ തന്നെ നമുക്ക് ഫുഡൊന്നും തോന്നുന്നില്ല. അപ്പൊ എന്തെങ്കിലും തോന്നുന്നു അതങ്ങ് കഴിക്കും ഞാൻ. അതൊക്കെയാണ് ഇന്നിപ്പോ ഇതിലേക്ക് എത്തിച്ചത്. പിന്നെ കറക്റ്റ് ടൈമിൽ ഉറങ്ങാതിരിക്കുക വെച്ചാൽ, ഇപ്പൊ രാത്രിയൊക്കെ ചായ പിടിക്കാൻ പോകാൻ തോന്നുകയാണ്, ചായ പിടിക്കാൻ നീട്ട് പോകും. പിന്നെ എപ്പോഴേക്ക് 2 മണി 3 മണി വരാൻ, അപ്പൊ കിടന്ന് ഉറങ്ങും. രാവിലെ വീണ്ടും ജോലിക്ക് പോകും. അപ്പൊ ഈ ഉറക്കം ശരിയാവുന്നില്ല, ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കില്ല. പിന്നെ ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആണ്. അപ്പൊ അവാലി വെച്ച് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. എന്റെ മുഖം എനിക്ക് എന്റെ മുഖം കാണുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്റെ മുഖം നല്ല പഫിനെസ് ഉണ്ട്. എനിക്ക് കുറഞ്ഞിപ്പോ കണ്ടോ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണിക്കും. കാരണം PCOD ഇപ്പൊ കോമൺ ആണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. എന്താ പറയാ, എല്ലാവർക്കും ഇപ്പം നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബേബി ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പിന്നെ അത് ഭയങ്കര സങ്കടമായിട്ട് മാറും. അപ്പൊ ഈ ഫസ്റ്റ് തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ നമുക്കിത് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു കാര്യമുള്ളൂ. പെട്ടെന്ന് അറിയണമെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.